എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടും ഭംഗിയുള്ളതുമായ ഒരു നെക്ക് ഡിസൈനാണ്. ബിഗിനേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് നമ്മൾ പേപ്പർ ക്യാൻവാസ് എടുക്കുക. പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് അതിൽ നെക്ക് വരച്ചെടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് നോക്കുക. 4 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 8 ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെപ്ത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യാൻ ചെരിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് നമ്മൾ അതിന് ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഷേപ്പ് കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അത് ഞാൻ പ്രത്യേക ഒരു മെഷർമെൻ്റ് ഒന്നും കൊടുക്കാതെയാണ് ആ ഷേപ്പ് കൊടുക്കുന്നത്. കാരണം അതിന് ഇതിന് നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തും അനുസരിച്ച് അതിന് പറ്റുന്ന ഒരു ഭംഗിയുള്ളൊരു നെക്ക്, അതാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു യു നെക്കിൽ ഒരു ആലില, അതാണ് സംഭവം. ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 2 നെക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് നെക്ക് ഈ ഒരു നെക്കാണ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മുകളിൽ കറക്റ്റായിട്ട് നമ്മളൊരു ബ്രിഡ്ജ് വെച്ചിട്ട് തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അപ്പോൾ നമ്മുടെ മെയിൻ നെക്കാണിത്. അപ്പോൾ ഈ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയ ഈ പീസ് എടുക്കുക. എന്നിട്ട് വേറൊരു പേപ്പർ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ആ നെക്കിനെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ബ്രിഡ്ജ് ഇട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള വിഡ്ത്ത് നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഡെപ്ത്ത് കുറഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിലേക്ക് 1 ഇഞ്ച് വെച്ചിട്ട് വീതി കൂട്ടുക. എല്ലാ ഭാഗത്തും 1 ഇഞ്ച് വെച്ചിട്ട് വീതി കൂട്ടുക. ഇതൊരു ഡബിൾ നെക്കാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 1 ഇഞ്ച് വീതി കൂട്ടിയിട്ട് ഈ പീസ് കട്ട് ചെയ്യണത്. അതായത് ഇതിൽ 2 പ്രാവശ്യമായിട്ട് 2 നെക്കാണ് നമ്മൾ വെച്ച് തയ്ക്കണത് ഇതിൽ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിന് ആ നെക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഔട്ടർ ലൈൻ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുക. 1 ഇഞ്ച് വീതിയിൽ തന്നെ എല്ലാ ഭാഗവും ഇതുപോലെ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വീതിയിൽ കൂടി വരച്ച, അതായത് 1 ഇഞ്ച് നമ്മൾ വീതി കൂട്ടി വരച്ച ഈ ഭാഗത്ത് കൂടെ ഇത് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇതിൻ്റെ ഉൾഭാഗം വലുതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഡബിൾ നെക്കാണെന്ന്. അപ്പോൾ ചെറിയ നെക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് മെയിൻ നെക്ക്, അതായത് ബോഡിയിലുള്ള നെക്കാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു, ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ രണ്ടാമത് വീതി കൂട്ടി വരച്ച ആ ലൈനിൽ കൂടെ. ഇപ്പോൾ നോക്കുക, നമ്മളുടെ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കട്ട് ചെയ്ത ഈ നെക്കിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ ഈ എടുക്കുന്നത്. ഇത് കണ്ടു, ഇതാണ് ഇതുപോലൊരു ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോണത്.
അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഇനി നമുക്ക് നോക്കാം. എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടും വേറെ വേറെ തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ വേറൊരു തുണിയിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. കാരണം ഇത് നമ്മൾ രണ്ടാമത് അറ്റാച്ച് ചെയ്യുന്ന നെക്കാണ്. അതാണ് നമ്മളിത് വേറൊരു തുണിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നോക്കാം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം 1/4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് അപ്പുറത്തേക്ക് മടക്കുക. അപ്പോൾ നോക്കുക, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ അപ്പുറത്തേക്ക് മടക്കി നന്നായി അയൺ ചെയ്ത് സൈഡൊക്കെ കട്ട് ചെയ്ത് എടുക്കുക. കണ്ടില്ലേ, നമ്മുടെ നെക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ നമ്മൾ ഈ നെക്ക് മറ്റേ രണ്ടാമത്തെ നെക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോക്കുക, ഇത് ലൈനിങ് തുണിയാണ്. ലൈനിങ് തുണിയിൽ നമ്മൾ ഈ നെക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ആ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിനെ നല്ല കുർത്തിയുടെ മെയിൻ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുത്ത് അപ്പുറത്തേക്ക് നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, ഇതിൻ്റെ കറക്റ്റ് എഡ്ജ് കൂടെ തന്നെ ഇങ്ങനെ തയ്ച്ചെടുക്കുക നമ്മൾ. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 4 ഇഞ്ച് വീതി തയ്യൽ തുമ്പിട്ടിട്ട് മറ്റേ നെക്ക് ചെയ്ത അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ബാക്കിലേക്ക് മടക്കി നന്നായി അയൺ ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് നോക്കുക, നമ്മൾ 2 നെക്ക് നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ 2 നെക്ക് തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ 1 ഇഞ്ച് വീതിയാണ് ഇതിന് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് 1 ഇഞ്ച് വീതി കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുന്ന ഈ നെക്ക് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യണേ, നമുക്ക് വെറുതെ വെച്ച് തയ്ച്ച് ഇപ്പുറത്തേക്ക് മടക്കിയാൽ പോരെയെന്ന് തോന്നും. പക്ഷേ അതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഫിനിഷിങ് നല്ല വ്യത്യസ്തമായ ഒരു ഫിനിഷിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത് ഡബിൾ ലെയറായിട്ടുള്ള നെക്കായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇനി നമ്മളിത് കറക്റ്റായിട്ട് രണ്ട് സൈഡും വീതി അളന്ന് നോക്കുക, കറക്റ്റല്ലേന്ന്. കറക്റ്റ് ആണെങ്കിൽ ഇത് നമ്മൾക്ക് ഇനി ഡയറക്റ്റ് വെച്ച് തയ്ച്ച് എടുക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളിതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടിയും അതിൻ്റെ അപ്പുറത്ത് കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ലൈൻ ഇതുപോലെ പ്രഷർ ഫുട്ടിൻ്റെ ഒരു പല്ലിൻ്റെ വീതിക്ക് ഇങ്ങോട്ട് തയ്ച്ചു വരിക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബിഗിനേഴ്സ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് വീഡിയോ കണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.